Hello friends, welcome back to Versatile My Dream World. ഞാൻ നിങ്ങളുടെ ജിഷ. ഹാൻഡ് എംബ്രോയിഡറിയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബുള്ളിയൻ റോസ് എങ്ങനെ ഈസി ആയിട്ട് തയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും സ്വന്തമായിട്ട് ഒരു ഡ്രസ്സെങ്കിലും എംബ്രോയിഡറി ചെയ്ത് ഇടണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു എംബ്രോയിഡറി സ്റ്റിച്ചാണ് ബുള്ളിയൻ റോസ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യുമ്പോൾ എപ്പോഴും 6-7 നൂല് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴും നമുക്ക് നല്ല കട്ടിയിൽ നല്ല ഭംഗിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്ട്രെയിറ്റായിട്ട് കുത്തി ഫസ്റ്റ് നമ്മൾ കുത്തിയെടുത്ത് തന്നെ കോരിയെടുക്കണം. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ഇടുന്നത് പോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിയെടുക്കുന്നത് പോലെയാണിത്. അങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം സൂചി ഒന്ന് കൈമേൽ ഇതുപോലെ പിടിച്ചിട്ട് ഒരു 6 തവണ നമ്മൾ സൂചി കുത്തിയെടുത്തതിൻ്റെ നീളത്തിനനുസരിച്ച് ചുറ്റുകളുടെ എണ്ണവും കൂട്ടിക്കൊടുക്കുക. ഞാനിവിടെ ഫസ്റ്റ് സെക്ഷനിൽ 6 ചുറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് നമുക്ക് അതിനെ തുണിയോട് ചേർത്ത് ഉറപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഫൈനൽ എവിടെയാണോ നമ്മുടെ നൂല് നിൽക്കുന്നത് ആ ഭാഗത്ത് തന്നെ അടിയിലോട്ട് കുത്തി നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണോ അവിടെ വീണ്ടും കുത്തി മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഒന്ന് ബാക്കിലോട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് കുത്തിയെടുക്കണം. ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സൂചി മേലിങ്ങനെ പിടിച്ചിട്ട് നൂലൊരു 6 തവണ ചുറ്റിക്കൊടുക്കാം. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലും 6 തവണയാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആ ചുറ്റിയെടുത്ത നൂലിൽ നമുക്ക് തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചൊന്ന് പിടിച്ചതിന് ശേഷം നൂല് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബുള്ളിയൻ നോട്ട് കിട്ടും. ഫൈനൽ എവിടെയാണോ നൂല് നിൽക്കുന്നത് അവിടെ തന്നെ താഴോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം മുകളിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടെ കുത്തിയെടുക്കണം. ഞാനിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിലെ ആ 2 സ്ട്രെയിറ്റ് ആയിട്ട് തെച്ച ബുള്ളിയൻ നോട്ടിൻ്റെയും അറ്റത്തായിട്ട് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതളെന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് കുത്തിയെടുക്കുക. ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓരോ ഇതള് കഴിയുമ്പോഴും നമുക്ക് ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കാം. 2 വിരലുകൾ കൊണ്ട് ചുറ്റിൽ നല്ലോണം ടൈറ്റായിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുകൾ ഇതുപോലെ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു അഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനേക്കാളും നല്ലത് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബുള്ളിയൻ നോട്ട് കിട്ടും. അതുപോലെ നമ്മുടെ ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതളുകളുടെ വലിപ്പം കൂടുകയും പൂവിൻ്റെ ഭംഗി കൂടുകയും ചെയ്യും. 4ാമത്തെ ഇതള് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ 3ാമത്തെ ഇതളിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഫ്ലവർ നോക്കിയാൽ അറിയാം അതിൻ്റെ ഇതളുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അതേപോലെ തോന്നിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ തന്നെ ഓരോ ഇതളുകളായിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. നമ്മൾ ഫൈനൽ നിർത്തുന്ന ഇതളിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ഇതള്. അപ്പോൾ നമ്മുടെ റോസാപ്പൂ നോക്കിയിട്ട് അതിൻ്റെ ഇതളുകൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേമാതിരി തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ 1-2 തവണ നമുക്ക് ശരിയായെന്ന് വരത്തില്ല. എന്നാലും ഒരു 2 തവണ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ കുത്തിയെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇതളുകളുടെ എണ്ണവും കൂട്ടിക്കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തയ്ച്ചു പോകാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണ്, എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ കൂടുതൽ വെറൈറ്റി ക്രിയേറ്റീവ് അടിപൊളി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എംബ്രോയിഡറി മാത്രമല്ല ബോട്ടിൽ ആർട്ടും കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ്സും ഒക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ചില വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർട്ടിലും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലെന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഡ്രോയിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, എംബ്രോയ്ഡറി വർക്ക്സ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, ബോട്ടിൽ ആർട്ട് ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബുള്ളിയൻ റോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഡ്രസ്സുകൾ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് സാരിയിൽ ചെയ്ത് തുടങ്ങിയതാണ്. അധികമൊന്നും ആയിട്ടില്ല. ഞാനതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഞാനതിൻ്റെ വീഡിയോ ഇടാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത്തിരി കഷ്ടമായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബുള്ളിയൻ റോസ്. ബുള്ളിയൻ റോസിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ബുള്ളിയൻ നോട്ടാണ്. അതായത് നമ്മൾ ഈ സൂചിയിൽ ചുറ്റിയെടുക്കുന്ന നൂല് ഒറ്റ സെക്ഷനായിട്ട് എടുക്കുന്നതാണ് ബുള്ളിയൻ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് ബുള്ളിയൻ നോട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ലാസ്റ്റ് ഇതൾ തയ്ച്ചതിന് ശേഷം സൂചി നൂല് താഴേക്ക് കുത്തിയെടുക്കാം. അടിഭാഗത്തേക്ക് കുത്തിയെടുത്ത് അവിടെ നമുക്ക് കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. നോർമലായിട്ട് നമ്മൾ എല്ലാത്തിനും കെട്ടിടുന്നത് പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് 2 ചുറ്റി ലോക്ക് ചെയ്ത് കെട്ടിട്ട് എടുക്കാം. എല്ലാവർക്കും ഈ ബുള്ളിയൻ റോസ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. എംബ്രോയ്ഡറി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ആദ്യത്തെ തവണ വന്നില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. കൂടുതൽ എംബ്രോയ്ഡറി വർക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.